prayer here to the Universal Supreme God, Divine Father, Divine Mother, our beloved, most respected teacher, Guru Grandmaster Chua Kotsui, Lord Mahavuriji Meli, all the holy Gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers. We thank you for your blessings. Thank you for blessing our mind with divine light, wisdom, discernment. Thank you for filling our heart with divine love, warmness, sweetness, and compassion. Thank you for filling me with divine power, with goodwill and the will to do good. We thank you for your divine guidance, help, and protection. Throughout the session, we thank lots and lots of gratitude, respect, love. We thank you, thank you, thank you. Thank you. Atma Namaste. Welcome to the session. So, already നമ്മൾ പ്രാണി ഫെങ്ഷുയെ കുറിച്ചും അതേപോലെ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് സെഷൻസ് ചെയ്തതാണ്. സോ അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അത് അറിയാം. അതേപോലെ അതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇൻ ജനറൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ സെഷനിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെഷനിൽ എന്തെങ്കിലും ഈ രണ്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം എന്താണെന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് അതാണ്. ഈ രണ്ട് കോഴ്സുകൾ വരുന്നത് റാണി ഫെങ്ഷുയി വരുന്നത് 5th അടുത്ത ശനിയാഴ്ച. 6th സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് വരുന്നത്. പ്രാണി ഫെങ്ഷുയിക്ക് നമ്മുടെ എലിജിബിലിറ്റി പറയുന്നത് അഡ്വാൻസ് പ്രാണി ഹീലിംഗ് ആണ്. SBM ബേസിക് പ്രാണി ഹീലിംഗ് കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം പങ്കെടുക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയകുമാർ സാർ, ആത്മാ നമസ്തേ. അല്ലേ സാർ, അവര് ചോദിക്കുന്നതല്ലേ, നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ അതെ ഓൾറെഡി പറഞ്ഞ കാര്യം പറയുന്നതിൽ നല്ലത്. മടി കൂടാതെ എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളും ചോദിക്കാട്ടോ. അതെ പൊതുവെ അറിയാമായിരിക്കും ഇതിൽ പങ്കെടുക്കുന്ന പലരും ചിലപ്പോൾ പങ്കെടുത്തവരുണ്ടാവും, റിവ്യൂ ചെയ്യാനുള്ളവരുണ്ടാവും. ടീച്ചിങ്സ് അല്ലല്ലോ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡൗട്ടുകൾ ഉള്ളത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സംശയങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് ലിമിറ്റഡ് സമയമേ ഉള്ളൂ. അതെ. സർ, ആത്മാ നമസ്തേ. നമസ്തേ. കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. എങ്ങനെയാ നമുക്ക് ഈ 5 എലിമെന്റ്സും, അതായത് വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഈ ഫെങ്ഷുയി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഏത് ഭാഗത്താണ് വെള്ളം വരുന്നത്, അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നല്ലതും, അങ്ങനത്തെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. തുടങ്ങിക്കോ. ചോദ്യം ജയകുമാർ സാറിനോടാണ്. മറ്റേ ഇതിനകത്ത് മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഉണ്ടല്ലോ കൊട നന്നാക്കുന്നത്. നിങ്ങളല്ലേ ബികോം ഫസ്റ്റ് ക്ലാസ്, അപ്പൊ നിങ്ങൾ നന്നാക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം 5 എലമെന്റ്സും കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് ആയി പോവും. ചിലപ്പോ ക്ലാസിന്റെ ഭാഗികമായ ഒരു കാര്യം. ഏതായാലും ചോദ്യം വളരെ വളരെ കൃത്യമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞത് ഫെങ്ഷുയി എന്ന് പറഞ്ഞാൽ തന്നെ വിൻഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഏത് ദിക്കിൽ നിൽക്കെല്ലാം പ്രാണ കടത്തിവിടണം. അത് അടുക്കളയിൽ എങ്ങനെയാണ്? അടുക്കളയിൽ ഇപ്പോ വാട്ടറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ വാഷ് ബേസിൻ ഏത് സ്ഥാനത്താണ് വേണ്ടത്, ഫ്രിഡ്ജ് ഏത് സ്ഥാനത്താണ് വേണ്ടത്, ഇതിനൊക്കെ ഏത് പ്രാണയുടെ നേച്ചറാണുള്ളത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പഠിപ്പിക്കും. ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ രണ്ടിന്റെ നേച്ചർ, ഒന്ന് ഫയർ ആണെങ്കിൽ ഇപ്പോ ദാമിസ് പറഞ്ഞത് ചോദ്യത്തിൽ തന്നെയുണ്ട്, ഒന്ന് ഫയർ ആണ്, ഒന്ന് വാട്ടർ ആണ്. അപ്പോ കളർ പ്രാണ പഠിച്ചവർക്ക് അറിയാം.
കളറിന്റെ പ്രോപ്പർട്ടീസ്. പക്ഷെ ഫയറിന് ഏതാണ് വാട്ടറിന് ഏതാണ് പെട്ടെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ മനസ്സിലായില്ലെങ്കിലും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കളർ ഏതാണ്, വാർമിംഗ് എഫക്റ്റ് കിട്ടുന്ന കളർ ഏതാണ്, സൂത്തനിങ് എഫക്റ്റ്, കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഇതാണ്. അപ്പൊ വിരുദ്ധമായ രണ്ട് സ്വഭാവങ്ങൾ, ഇപ്പൊ ഭക്ഷണത്തിൽ വിരുദ്ധാഹാരം പറയുന്ന പോലെ തൈരും മീനും ചേരില്ല എന്ന് പറയുന്ന പോലെ വിരുദ്ധമായ രണ്ട് നേച്ചർ ഉള്ളത് അടുത്ത് വന്നാൽ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന വിഷയങ്ങൾ ഒരു അടുക്കളയിൽ ഉണ്ടാകും. അത് സിമ്പിളായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന ഒത്തിരി ടിപ്സ് ഉണ്ട്, ഒത്തിരി. ഇപ്പൊ ഓൾറെഡി നമ്മൾ വാസ്തു നോക്കി വെച്ചതാണെങ്കിൽ പോലും ഞാൻ എൻ്റെ അനുഭവത്തിൽ അത് ഒത്തിരി ഉണ്ട്, ഒത്തിരി. വാസ്തു ഒക്കെ നമ്മൾ നോക്കി വെക്കും, പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിൽ അതിനെ ഫെങ്ഷി നോക്കാൻ ചെല്ലുമ്പോൾ സിമ്പിളാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ കിച്ചണിലെ എന്താണ് ഹീറ്റർ ചില സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കും, പക്ഷെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അത് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്കും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു കിച്ചന്റെ എങ്ങനെ സെറ്റ് ചെയ്യണം, ആ വീടിന്റെ ഏറ്റവും എനർജി നടക്കുന്നതും ഒരു കിച്ചണിൽ നിന്ന് തന്നെയാണ്. സോ അത് നല്ല ചോദ്യവുമാണ്. ഈ പറഞ്ഞിരുന്ന ഏതാണ്ട് ബോധ്യപ്പെടും, പിന്നെ അല്ലാതെ നമുക്ക് ഒത്തിരി പറയാൻ പറ്റൂലല്ലോ അല്ലെ വിജു സാറേ? പറയുമ്പോ ടീച്ചിങ് ആവുമല്ലോ. അപ്പൊ അത് നമ്മളെന്താന്നറിയാം, ഇപ്പോ ഈ കാര്യങ്ങൾ അതിന് നമ്മൾ പ്രോഗ്രാമിൽ റിവീൽ ചെയ്യുന്ന പോലെ ആവും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ സാർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് നമുക്ക് എങ്ങനെ ഈ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓരോ ഏരിയ പറയുന്നത് വായുവിന്റെ ഒരു കോണുണ്ട്, അല്ലെങ്കിൽ അഗ്നിക്ക് ഒരു കോണുണ്ട്, ട്രഡീഷണൽ വാസ്തുവിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ ശരിക്കും ഈ ദിക്കുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ ട്രഡീഷണൽ വാസ്തുവായിട്ട് കമ്പയർ ചെയ്താൽ പറയാം. പിന്നെ നമുക്ക് വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ എക്സാക്ട് ഇതേപോലെ തന്നെ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇപ്പൊ ഫയറും വെള്ളവും ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് എന്തുകൊണ്ടാണെന്നും പഠിക്കും. കാരണം ഈ എലമെന്റ്സിനെല്ലാം തന്നെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. സോ കോൺഷ്യസ്നെസ് ഉള്ളപ്പോൾ തന്നെ അതൊക്കെ ബീയിങ്സ് ആയിട്ടാണ് ഫെങ്ഷുയിൽ പരിഗണിക്കുക. ട്രഡീഷണൽ ഫെങ്ഷുയിലും വാസ്തുവിലും അങ്ങനെ തന്നെയാണ്. അഗ്നിനെ ഒരു ബീയിങ് ആയിട്ട് കണ്ടിട്ട് അഗ്നിദേവൻ എന്നാ പറയാം. അതേപോലെ ജലത്തിന്റെ ഒരു ബീയിങ് ആയിട്ട് കണ്ടിട്ട് വരുണദേവൻ എന്നാ പറയാം. സോ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഈ സട്ടിൽ എനർജിയെ കുറിച്ച് അറിയുന്നവരും ഈ ബീയിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കോൺഷ്യസ്നെസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നേച്ചർ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ശരിക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഇത് രണ്ടും മാനേജ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പരിമിതമായ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമുക്കിത് കൃത്യമായിട്ട് ഇതൊരു വിരുദ്ധമാവാത്ത രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രാണി ഫെങ്ഷുയിൽ പഠിപ്പിക്കുക. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില സ്ഥലത്താണെങ്കിൽ നമുക്കത് കുറെ എന്താ പറയാ ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഒരു റീകൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി വേണം ചെയ്യാന്നുണ്ടെങ്കിൽ പ്രാണി ഫെങ്ഷുയിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് അതിനെ ഈ രണ്ട് വിരുദ്ധമായിട്ടുള്ള എനർജിയെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള സിമ്പിൾ ടെക്നിക്സ് നമ്മൾ അവിടെ പഠിക്കും. സോ ഇങ്ങനെ നമുക്ക് ഈ ഫയർ അതേപോലെ തന്നെ ജലം ഇതിനെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിക്കുക. ഡെഫിനറ്റ്ലി അത് പഠിപ്പിക്കും, അത് നമുക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും. ടെക്നിക്സ് റിവീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം കൂടി അതിനകത്ത് ചേർക്കാനുള്ളത്, നമുക്ക് സ്വന്തമായി തന്നെ ഒരു മാർക്കറ്റിൽ പോയി ചില സാധനങ്ങൾ മേടിച്ച് ഒരു സെപ്പറേഷൻ വാൾ എന്ന് പറയുന്ന ഒരു മേടിച്ച് നമുക്ക് ചില ഏരിയയിൽ ഒരു സെപ്പറേഷൻ കൊടുക്കാനൊക്കെ വലിയ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഇലക്ട്രീഷ്യനോ പ്ലംബറെ വിളിച്ചാൽ പോലും, വേറെ വലിയ വിദഗ്ധനെ വിളിച്ച് വാസ്തു അറിയാവുന്ന ഫെങ്ഷി അറിയാവുന്ന നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്യാവുന്ന അതാണ് ഇതിന്റെ ബ്യൂട്ടി. അതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ടൂളുകളും അതിന്റെ ടെക്നിക്കുകൾ ഉൾപ്പെടെയാണ് പറയുന്നത്. നല്ല വലിയൊരു നോളജാണ് അത് കിട്ടുക. കാരണം ഈ ടീച്ചിങ്സ് സാറ് പറഞ്ഞ പോലെ ടീച്ചിങ്സ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെ എൻ്റെ വീട്ടിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവുകയും ആ ഒരു കറക്റ്റീവ് മെഷർ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അഡ്വാൻസ് കോഴ്സ് പഠിക്കാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ ദിവസത്തിലുള്ള ഒരു 5 പേരെ കൊണ്ട് 5 അല്ലെങ്കിൽ 6 പേരെയും കൊണ്ട് വരാമെങ്കിൽ ഇപ്പൊ ഞങ്ങളെല്ലാം തയ്യാറാണ്. കോഴിക്കോടാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ ഈ വീക്ക് ഡേയ്സിലാണെങ്കിൽ എടുത്തു കൊടുക്കാൻ തയ്യാറാണെന്നും കൂടി ഇവിടെ അറിയിച്ചേക്കാം അല്ലെ ബിജു? തീർച്ചയായിട്ടും. നിങ്ങൾ എവിടെയായിരുന്നു കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവര് ഒരു 5-6 പേരെങ്കിലും വേണം കേട്ടോ പ്ലീസ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ
എനിവേർ ഇൻ കേരള ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ വന്ന് ചെയ്തു കൊടുക്കും. ഞങ്ങൾ 3 ട്രെയിനേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ വീക്ക് ഡേയ്സിൽ. അതെ, വെള്ളിയാഴ്ച വരെയുള്ള സമയത്ത് വെള്ളിയാഴ്ച വരെ. ഈ ദിവസം പഠിച്ചവർ ഓൾറെഡി അഡ്വാൻസിന്റെ കളർ പ്രാണയുടെ പ്രോപ്പർട്ടി ഒന്നുകൂടി നോക്കിയിട്ട് വേണം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വേറെ അഡ്വാൻസ് മൊത്തം നോക്കണമെന്നില്ല. പ്രോപ്പർട്ടീസ് പ്രാണയുടെ കളർ പ്രാണയുടെ പ്രോപ്പർട്ടീസ് നേച്ചർ അത് ഒന്നുകൂടെ വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഈസി ആയിരിക്കും. കോഴ്സ് വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്. അടുത്ത ആർക്കാ എന്തെങ്കിലും ഡൗട്ട്സ്? രാമേന്ദ്രൻ സാർ. ഞാന് ഇപ്പം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 2 ഫ്ലോറുകളെല്ലാം ആയിട്ടാണ്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ വേറെ ആളുകളാണ് താമസിക്കുന്നത്, താഴത്തേതിൽ ഞാനാണ് താമസിക്കുന്നത്. അപ്പോൾ രണ്ടിന്റെയും എനർജി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണ് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക? അതായത് ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലോറിനെ, ഗ്രൗണ്ട് ഫ്ലോറിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. പ്രാണി ഫെങ്ഷുയില് നിങ്ങൾ താമസിക്കുന്ന ഫ്ലോറ് അതൊരു പാർട്ടാണ്, അവർ താമസിക്കുന്ന ഫ്ലോറ് വേറൊരു പാർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ചെയ്യാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോറിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോറിലെ വാസ്തു കറക്റ്റ് ചെയ്യാം. ഇനി അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫ്ലോറിൽ ചെയ്യാം. ചില കേസിൽ നമുക്ക് ശരിക്ക് ഈവൻ ആ കോമ്പൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് എന്നും പറഞ്ഞ് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാം. അത് 2 ഫ്ലോറിനെയും പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അതേ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോറിലേക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ബിൽഡിങ്ങിന് കോമൺ ആയിട്ട് ഒരെണ്ണം ചെയ്യാം, പിന്നെ ഓരോ ഫ്ലോറിന് വേണ്ടി ചെയ്യാം. ഈവൻ നമ്മൾ ഒരു ഫ്ലോറിൽ തന്നെ പല റൂമിലുള്ള പല ഓഫീസുകളാണെങ്കിൽ അത് ഓരോ ഓഫീസിനും വേണ്ടി നമുക്ക് ചെയ്യാം. സാർ, അത് കാരണം നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ള എനർജി അവിടേക്ക് അത് വരുത്താൻ പറ്റും. ഒരു കാര്യം കൂടി, അത് സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ, അതല്ല ചിലര് വേറൊരു ബിൽഡിംഗ് താഴെ താമസിക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ, ഞാനൊരു സ്ഥലത്ത് കണ്ടതാണ്. നമുക്ക് ഈ നോളജ് ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ എന്താണ്, ഇതിന്റെ മുകളിൽ നമുക്ക് ചോദിക്കാം. ഈ റൂമിന്റെ മുകളിൽ ബാത്റൂം ആണോ, ടോയ്ലറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാം. ഇപ്പൊ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ടീച്ചിങ്ങിൽ തന്നെ ഇപ്പൊ മനസ്സിലാവും. പക്ഷെ ഇത് പഠിച്ച ഒരാള് വേറൊരു ബിൽഡിങ്ങിൽ വാടകയ്ക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. സാറിന്റെ ചോദ്യം വളരെ 2 നിലയുള്ള വീട്ടിൽ അവിടെ പലരും ചോദിക്കാറുള്ളതാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. 2-3 ഫ്ലാറ്റുകളില്. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതപ്പോ അവരെത്ര വാസ്തു നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് തൊട്ടടുത്ത ഫ്ലോറിലുള്ള നോക്കണം. ഇതിപ്പോ സാർ പറഞ്ഞ സ്വന്തം ബിൽഡിംഗ് ആയിരിക്കും. അല്ല, ഞാൻ റെന്റഡ് പ്ലേസ് ആണ്. അപ്പൊ അത് മുകളിലാണ് താമസിക്കേണ്ടതെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ താഴെയാണ് താമസിക്കണമെങ്കിൽ മുകളിലുള്ള ചില എനർജി മൂവ്, വാട്ടർ വിൻഡിന്റെ ഇതിലാണ് പോകുന്നത്. അത് ടോയ്ലറ്റ് ആണ് ഈ ചില ഏരിയയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ആണ്. അപ്പൊ മിക്കവാറും അങ്ങനെ ആയിരിക്കും. ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ സെയിം ഡിസൈൻ ആയിരിക്കും. അതുപോലെ തന്നെ സർ, നമുക്ക് ഇപ്പോൾ ഒരു പ്ലോട്ടിൽ ഇപ്പോൾ ഒരു 20 സെന്റ് 25 സെന്റ് പ്ലോട്ടിൽ 4-5 വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മേ ബി ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിന് പലപ്പോഴും നമുക്ക് അതിന്റെ ഫേസ് വരുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നമുക്കിപ്പോൾ എല്ലാതും തന്നെ കിഴക്കോട്ട് ഫേസ് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ വടക്കോട്ടോ അങ്ങനെയുള്ള ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതെങ്ങനെ ബെറ്റർ ആക്കാം? ഇപ്പം അതിന്റെ തെക്കോട്ട് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു തെക്കോട്ട് ഫേസ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ലല്ലോ. പലപ്പോഴും അങ്ങനെ വേണ്ടി വന്നേക്കാമല്ലോ. അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ബിജു സാർ. ഓക്കെ. സോ ഇത് ഇപ്പോ നമ്മൾ ഓരോ ഡയറക്ഷനിൽ വരുന്ന എനർജിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള എനർജി എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും നമുക്ക് വീട് ആ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യാതെ തന്നെ ആ വീട്ടിലേക്ക് ആ ഡയറക്ഷൻ എന്നുള്ള എനർജി എത്തിക്കാൻ സാധിക്കും. അതാണ് പ്രാണി ഫെങ്ഷുയുടെ ഒരു ബ്യൂട്ടി.
നമ്മൾ വീട് ആ ഡയറക്ഷനിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തൊരു വീടാണെന്ന് വിചാരിക്കുക, നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത വീടാണ്, പക്ഷെ അത് നമുക്ക് വേണ്ട ഫേവറബിൾ എനർജി വരുന്ന ഒരു ഡയറക്ഷനിലല്ല ആ വീട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് വേണ്ട എനർജി അവിടേക്ക് കൊണ്ടുവരാനും നമുക്ക് ആവശ്യമില്ലാത്ത എനർജി അവിടുന്ന് പുറന്തള്ളാനും സാധിക്കും. അത് നേരത്തെ ജയകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ കൊണ്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞ പോലെ അത്ര ഈസിയാണ്. അതാണ് ഇതിന്റെ ഈ കറക്റ്റീവ് മെഷേഴ്സ് പറയുന്നത്, ഏറ്റവും സിമ്പിളാണ്. ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ. പിന്നെ പുതിയത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ഇപ്പൊ എല്ലാ ഇതും നമുക്ക് ചില ഫേവറബിൾ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ ഫേസ് ചെയ്യാൻ പറ്റാത്തപ്പോഴും നമുക്ക് ആ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെറിയ ചില കറക്ഷൻസ് ആ കൺസ്ട്രക്ഷനിൽ ചെറിയ ചില കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു ഫേവറബിൾ ഡയറക്ഷന്റെ എനർജി ആ ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു നിർമ്മിതിയിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ടെക്നിക്ക് അവിടെ പഠിക്കും. SBM ആയിട്ട് ബന്ധപ്പെട്ട് ആർക്കും ഡൗട്ട് ഒന്നുമില്ല. സ്പിരിച്വൽ ബിസിനസ്മാൻ ഓക്കെ, ഏതും ചോദിക്കാം, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. രജു സർ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ട്. അതായത് എങ്ങനെയാണ് എനർജി ഫ്ലോ ഇൻ ടു അവർ ഓഫീസ്, ഹോം, അതൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് ദ പീപ്പിൾ ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടി എനർജൈസ്ഡ് ആക്കാൻ പറ്റുന്ന നമുക്ക് പ്ലാൻസ് വെച്ചിട്ടാണോ, അല്ലെ ഹൗ ടു മാനേജ്, ഐ മീൻ ബേസ്ഡ് ഓൺ ബിസിനസ്, വാട്ട് ക്യാൻ ബി ഡൺ? തീർച്ചയായിട്ടും. ഒന്ന്, ഇപ്പൊ നമ്മൾ അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് പഠിച്ചപ്പോഴും ഈവൻ ഇൻ ജനറൽ ഇനി നിങ്ങൾ കളർ പ്രാണയൊക്കെ വിട്ടാലും പ്രാണ തന്നെ നമുക്കറിയാം. നല്ല പ്രാണ ഉണ്ടെങ്കിൽ അവിടെ ലൈവ് ആയിരിക്കും, എന്തായാലും ലൈവ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഓഫീസാണ് വിചാരിക്കുക, ആ ഓഫീസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ബേസിക് ലെവലിൽ തന്നെ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യാൻ വിചാരിക്കുക. അങ്ങനെ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് അവിടുത്തെ പ്രാണ വർദ്ധിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസിലായാലും അവിടുത്തെ ബിസിനസ് ആയാലും എല്ലാ കാര്യങ്ങളും അവിടെ ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരിമിതി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പരിധി ഉണ്ട്. നമുക്കൊരു ദിവസവും നമ്മളിത് ഹീൽ ചെയ്യാം. പരിധി എന്ന് പറയാനൊന്നുമില്ല, 5-10 മിനിറ്റ് ചെയ്താലും അത് ചെയ്യാം. പക്ഷെ അതേ സമയത്ത് നമ്മൾ പ്രാണ കൺസ്യൂം ചെയ്യുന്നുണ്ട്. വലിയൊരു ബിസിനസ്സോ കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രാണ പെട്ടെന്ന് കൺസ്യൂം ചെയ്യും. ഇവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി. നമ്മളൊരു ഈ ഡയറക്ഷനിൽ വരുന്ന എനർജി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എനർജിയുടെ ഒരു ഫ്ലോ, ഒരു നല്ല ഫേവറബിൾ ഡയറക്ഷൻ എന്നുള്ള എനർജിയുടെ ഒരു ഫ്ലോ നമ്മുടെ ഓഫീസിനകത്തേക്ക്, വീട്ടിലേക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിലേക്ക് വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ആ എനർജി നമുക്ക് അവൈലബിൾ ആവും അവിടെ, ഈ ഒരൊറ്റ ചെറിയ കറക്ഷൻ വഴിയിട്ട്. അപ്പൊ അത് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ആ ഫ്ലോ നമ്മളിലേക്ക് വരുത്താനുള്ള മാർഗങ്ങളാണ് ചെയ്യുക. ഓക്കെ, അതിന് ചില സിമ്പിൾ ആയിട്ടുള്ള ചില ടെക്നിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നത്, അകത്തുള്ള എനർജി നമുക്ക് അനുകൂലാക്കാൻ പറ്റുന്ന ചില ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ചില ഒബ്ജക്ട്സിനൊക്കെ എനർജി കുറച്ചുകൂടെ അനുകൂലമായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള എനർജിയെ വരുത്താൻ വേണ്ടി നമുക്ക് അതിനകത്ത്, റൂമിനകത്ത് ചില ഒബ്ജക്ട്സ് വെക്കാൻ സാധിക്കും. അതേപോലെ ആ എനർജി അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂമിന്റെ പുറത്ത് ചില ഒബ്ജക്ട്സ് വെക്കും. പിന്നെ പറയുന്ന പോലെ ചില പിക്ചേഴ്സിനൊക്കെ സക്സസിന്റെ എനർജി ഉള്ള ചില പിക്ചേഴ്സ് ഉണ്ട്, ഹാപ്പിനെസിന്റെ എനർജി ഉള്ള ചില പിക്ചേഴ്സ് ഉണ്ട്, പ്രോസ്പെരിറ്റിയുടെ എനർജി ഉള്ള ചില പിക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് വഴി എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ കോൺസിക്രേറ്റ് ചെയ്യുക. അപ്പൊ ആ ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ പലരും ക്രിസ്റ്റൽ ഹീലിംഗ് ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കോൺസിക്രേഷൻ ഒക്കെ പഠിക്കും. അതിനൊക്കെ കോൺസിക്രേറ്റ് ഒക്കെ ചെയ്യുന്നത് വഴി വലിയ അളവിൽ ആ എനർജി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്, അതിന്റെ എനർജി വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി ആ റൂമിനകത്ത് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ ചില നല്ല പ്ലാൻസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പ്രധാനമായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ചില ഇമേജസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. ചില ഇമേജസോ ചില രൂപങ്ങളൊക്കെ യൂസ് ചെയ്യരുതെന്നും നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. അങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ സർ, താങ്ക് യു. ക്ലിയർ ആണോ അത്? അതെ. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്? അത് സാറിന് എങ്ങനെയാണ് അത് സാറിന്റെ
ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ധൈര്യമായിട്ട് ചോദിക്കാം. ഒന്ന് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സ്പിരിച്വാലിറ്റി പറയുന്നത് നമ്മുടെ ഇന്നർ സയൻസാണ്. ഇന്നർ സയൻസാണ്. മാസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളെ സ്പിരിച്വൽ വേൾഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഫിസിക്കലൈസ് ചെയ്യും. സോ സ്പിരിച്വാലിറ്റിയെ നമുക്ക് വേണമെങ്കിൽ ഇന്നർ വേൾഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളെ നമുക്കൊരു പരിധി ഉണ്ട്. ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ചില പരിധി ഉണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ സയൻസിൽ ഫിസിക്കൽ ബോഡി ഹീൽ ചെയ്യുന്നതാണ്. അവിടെ ശരിക്കും ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ റീജനറേഷൻ പലതും പറയുന്നില്ല. അവർ പറയാം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നാ പറയാം. അതേസമയത്ത് നിങ്ങൾ പല ഹീലേഴ്സിനും എക്സ്പീരിയൻസ് ഉണ്ടാവും. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞ പല അവയവങ്ങളും നിങ്ങൾ ഹീലിങ്ങിലൂടെ റീജനറേറ്റ് ചെയ്തത്. ആ റീജനറേറ്റ് ചെയ്തത് നമ്മളൊരു ഫിസിക്കൽ മാനറിലല്ല. റീജനറേറ്റ് ചെയ്യാനുള്ള മെഡിസിൻ ഇല്ല. പക്ഷെ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ത്രൂ എനർജിയാണ്. അതായത് ആ ഓർഗന്റെ ഇന്നർ എനർജി ആസ്പെക്റ്റിൽ നമ്മൾ ഹീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഓർഗനെ എനർജറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന ചക്ര നമ്മൾ ഹീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ചക്രയുടെ പ്രവർത്തനം നമ്മൾ നോർമലാക്കും. അപ്പൊ അത് നമ്മൾ ആ ഓർഗന്റെ ഫിസിക്കൽ പ്രോബ്ലത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ത്രൂ എനർജിയാണ്. അതിന്റെ എനർജി ആസ്പെക്റ്റിലൂടെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിന്റെ ഒരു ഇന്നർ ആസ്പെക്റ്റിലൂടെ ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ളതിന്റെ അർത്ഥം. ആ സ്പിരിച്വൽ എന്നുള്ളതിന്റെ അർത്ഥം ക്ലിയർ? സോ ആ അർത്ഥത്തിലാണ് അവിടെ. അപ്പോൾ നമുക്ക് ബിസിനസ്സിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ ആഡ് കൊടുക്കാം, പരസ്യം കൊടുക്കാം, നമുക്ക് കുറെ ബാക്കിയുള്ള നല്ല നല്ല പ്രോഗ്രാംസ്, നല്ല നല്ല എന്താ പറയാ സോഫ്റ്റ്വെയർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള സയൻസും ടെക്നോളജിയുടെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. സ്പിരിച്വൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ സ്പിരിച്വൽ സയൻസ് ഓർ ത്രൂ ഇന്നർ സയൻസ്. ഇന്നർ സയൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ് അല്ലെങ്കിൽ എനർജി സയൻസ് ഉപയോഗിച്ചത് മാനേജ് ചെയ്യുക. ആ അർത്ഥത്തിലാണ് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ്. എന്റെ ലൈഫിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും ഈ ബിസിനസ് മാനേജ്മെന്റ് നമുക്ക് എങ്ങനെയാ പ്രയോജനപ്പെടുക, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ. എനിക്ക് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് ഞാൻ പ്രധാനമായിട്ട് പ്രയോജനപ്പെടുത്തിയത് അതിൽ 7 റേസിലാണ്. 7 റേസിൽ ഈ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലാഗ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. ചില ക്വാളിറ്റി നമുക്കില്ല, അത് നമുക്ക് അറിയാൻ പറ്റും, വേണ്ടത്ര അളവിലില്ല എന്നുള്ളത്. അതേ സമയത്ത് നമുക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ലാഗ് ചെയ്യും. അതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചില ആൾക്കാർക്ക് നമുക്കില്ലാത്ത ഈ ക്വാളിറ്റി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഞാനിത് കൂടുതലായിട്ട് ഞാനിത് അപ്ലൈ ചെയ്തത് നമ്മൾ പ്രാണിക് ഹീലിംഗിന്റെ തന്നെ എന്തെങ്കിലും പ്രോജക്ട്സോ പ്രോഗ്രാംസോ ഒക്കെ വരുന്ന സമയത്താണ്. ചില മേഖലകളിൽ ഞാൻ നിസ്സഹായനായിട്ടുള്ള ചില മേഖലകളുണ്ട്, എനിക്ക് ചിലത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇതിന് പറ്റുന്ന ഒരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അയാൾ കാണാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു. നമ്മൾ തലകുത്തി പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ക്വാളിറ്റി വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലല്ല, അത് ഈ പ്രാണിക് ഹീലിംഗിന്റെ പല പ്രോഗ്രാമുകളിലും കാര്യങ്ങളിലും ഒക്കെ അത് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോന്നും ഇപ്പൊ സാറിന് തന്നെ അറിയാം, ചില മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനാരെ ചുമതലപ്പെടുത്താൻ നോക്കുമ്പോൾ പറയാം ഇന്നയാളെ ഏൽപ്പിക്കാമെന്ന്. അപ്പൊ ഇന്നയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അയാൾ ആ ഒരു കാര്യത്തിൽ അയാൾ വളരെ മിടുക്കനാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉള്ള ആളുകളെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയാണ് ആ 7 റേ മാനേജ്മെന്റ്. ആ 7 റേസ് പറയുന്നത് 7 ക്വാളിറ്റീസ് ആണ്. അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ പറ്റും ഇന്ന ആൾക്കാർ നല്ലതാണ്, എല്ലാ ഗുണങ്ങളുള്ള ആൾക്കാരെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ആ ടീം പെട്ടെന്ന് ആ ടീം സക്സസ്ഫുൾ ആയിരിക്കും. ടീം നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം പറയുന്നത് നമ്മൾ ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ നമ്മളെ എങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നുള്ളത് പഠിപ്പിക്കുക. അവിടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത്ര ഏജ് ആയിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ സ്വാധീനത്തിലാണ് ഇപ്പൊ എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കോമൺ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അത് വെച്ച് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ട് ഇയറാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇയറിൽ നോക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും നമ്മൾ എന്തെന്നറിയോ, ഈ ഏതാണ് ഇപ്പൊ എന്റെ ഏത് സമയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ഏത് ഗ്രഹത്തിന്റെ സ്വാധീനമാണ്, എന്താണ് എനിക്ക് ഫേവറബിൾ ആണോ എന്നൊക്കെ ഉള്ളത്.
ഇത് ഫുള്ളൊന്നും നോക്കാറൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ, ഈ വീലെടുത്ത് നോക്കുന്ന സമയത്ത് പ്രയോജനപ്പെട്ടത് എന്താന്ന് വെച്ചാല്, ചിലപ്പോൾ നമ്മൾ ഇതില് നമുക്ക് ഫേവറബിൾ അല്ലാത്തൊരു സമയമാണ് വരാൻ പോകുന്നതെന്ന് അറിയും, നമ്മൾ നേരത്തെ അറിയും. ആ സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും, കൂടുതലും പ്രയറും ബ്ലെസ്സിങ്സും അതേപോലെ തന്നെ മെഡിറ്റേഷനും ഹീലിംഗും ഒക്കെ ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ടിരിക്കും. അപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാല്, ഈവൻ റീസെന്റ് ആയിട്ട് പോലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, ആ ചാർട്ട് പ്രകാരം ഫേവറബിൾ അല്ലാത്തൊരു സമയത്തൂടെയാണ് കടന്നു പോവുക നമ്മൾ. ഇതിന്റെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ആ സമയമൊന്നും ഫേവറബിൾ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടൈം വരുമ്പോൾ ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ പ്രയറിലും മെഡിറ്റേഷനിലും ഹീലിംഗിലും കുറച്ച് അവെയർ ആയിട്ട് ഇരുന്നപ്പോൾ എനിക്ക് റീസെന്റ് ആയിട്ട് അത് കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സമയത്തെക്കാൾ നല്ലതായിരുന്നു ആ സമയം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അതിൽ ശരിക്കും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് ചോദിച്ചാല്, നമുക്ക് ഫേവറബിൾ അല്ല ചില സമയം എന്ന് കണ്ടാല് നമുക്ക് അതിനെ മുൻകൂട്ടി, നമുക്ക് ധാരാളം ടൂൾ ഉണ്ട്, നമുക്ക് ഹീലിംഗ് അറിയാം, ധാരാളം ടെക്നിക്സ് അറിയാം. ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ മോശം സാഹചര്യം പോലും നമുക്ക് നല്ല അനുകൂലമായിട്ട് വരും. ഓക്കെ, സോ അത് പ്രീവിയസ് ഇയേഴ്സിൽ 1-2 വർഷമൊക്കെ ഞാൻ ശരിക്കും അറിയായിരുന്നു എന്ത് അത് കറക്റ്റ്, അത് കൃത്യമായിരുന്നു. കാരണം നമുക്ക് നല്ലതല്ലാത്ത അനുഭവങ്ങൾ ആ സമയത്തൊക്കെ വന്നത്. അപ്പൊ പിന്നെ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തു ഈ മാസം അങ്ങനെ ആയിരിക്കുന്നു, അത് അതേപോലെ സംഭവിച്ചു. പക്ഷെ റീസെന്റ് ആയിട്ട് അങ്ങനെ ആവരുതേ എന്ന് കരുതി നമ്മൾ പ്രിപ്പയർ ആയപ്പോഴും ശരിക്കും അതിനെ അതിജീവിക്കാൻ പറ്റും. സോ ആ രീതിയിൽ നമുക്ക് അതിനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഞാൻ പേഴ്സണൽ ലൈഫിൽ പ്രയോജനപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അല്ലാതെ ഈ മാനേജ്മെന്റ്, പിന്നെ ഒന്ന് ടൈം മാനേജ്മെന്റ് തന്നെ, സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് വലിയ അളവിൽ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ് പ്രയോജനപ്പെടുത്തി. ഇത് നമുക്ക് ബിസിനസ്സും പേഴ്സണൽ ലൈഫിലും പല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലെ? തീർച്ചയായിട്ടും. ഇതെന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ സ്ട്രെസ് ഫാക്ടർ എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ടൈം വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ അധികം സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് മെഡിറ്റേഷനിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ പ്രാക്ടീസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സമയം. ഇപ്പൊ ചില സമയത്ത് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഒരേ സമയം തന്നെ കുറെ ഉത്തരവാദിത്തങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ ഉറപ്പുവരുത്തും ഈ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത്. സോ ആ സമയത്ത് കൂടുതൽ മെഡിറ്റേഷൻ ഇൻഫാർട്സിൽ ഫോക്കസ് ചെയ്യും കാര്യം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. സോ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മെഡിറ്റേഷൻ ഇൻഫാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരിക്കും. സോ ഇങ്ങനെ ഈ ടീച്ചിങ്സ്, ഈ സ്ട്രെസ് മാനേജ്മെന്റ് ടീച്ചിങ്സ് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. സോ അത് നേരത്തെ ട്വിൻഫാർട്ട് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതല്ലേ, പ്രാണിക് ബ്രീത്തിങ് അറിയുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ കോഴ്സിൽ അതിനെക്കുറിച്ച് പറയുമ്പോഴും അത് അവതരിപ്പിക്കുന്ന രീതി വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലാവുക. സോ ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. രണ്ടും മസ്റ്റ് ഡു പ്രോഗ്രാംസ് ആണ്. ഈ എക്സാക്ട്ലി, ഇത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്രോഗ്രാംസ്, രണ്ട് കോഴ്സ് നമ്മൾ നേരത്തെയും പറഞ്ഞു, കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്ന് പറയാൻ പറ്റുന്ന കോഴ്സാണ്. ശരിക്കും പ്രാണിക് ഫെങ് ഷുയി നമ്മുടെ ചുറ്റുപാടുമുള്ള എനർജി നമുക്ക് ഫേവറബിൾ ആക്കുന്നതാണെങ്കിൽ, ഈ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് നമ്മളുടെ എനർജി നമുക്ക് ഫേവറബിൾ ആക്കുന്നതാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ ക്വാളിറ്റീസിൽ മാറ്റം വരുത്തിക്കൊണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട്, നമ്മളിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് ഏറ്റവും നമ്മളെ ക്വാളിറ്റീസിലൊക്കെ ഉള്ള മാറ്റങ്ങൾ, 7 റേ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. ഞാൻ ആക്ച്വലി അത് എന്തുകൊണ്ടാണ് ഇത് രണ്ട് പ്രോഗ്രാമും ഒരുമിച്ച് വരുന്നതെന്നുള്ളത് ചോദിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ അത് ആൻസർ ആയി. എക്സാക്ട്ലി ഇങ്ങനെയാ. ഇപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത വർഷം ഹയർ കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചില കോഴ്സ് വരുമ്പോൾ, ചില കോഴ്സുകളിൽ ചില കാര്യങ്ങൾ സാമ്യമായിട്ട് വരുന്നതുണ്ട്, ചില പാർട്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ആ കോഴ്സുകൾ രണ്ടും ചേർത്ത് അധികവും പ്ലാൻ ചെയ്യില്ല. ചില കേസിൽ ഇപ്പൊ ഈ അടുത്ത വർഷം വരാൻ പോകുന്ന 2 കോഴ്സുകൾ 2 ആസ്പെക്റ്റാണ്. അപ്പൊ അത് രണ്ട് സ്പെഷ്യൽ ആസ്പെക്റ്റിൽ വരുന്ന 2 കോഴ്സുകളാണ് അടുത്ത 26ലേക്ക് നമ്മൾ വേൾഡിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഇത് പലപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും പ്രാണിക് ഫെങ് ഷുയി ആയിട്ട് SBM ആയിട്ട് കണക്ട് ചെയ്ത് എനി ഡൗട്ട്സ്?
ഇത് പ്രധാനമായിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. മലയാളത്തിലാണോ ഈ കോഴ്സ് സാർ? കോഴ്സ് ടീച്ചിങ്, പ്രൈമറി ടീച്ചിങ് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ആയിരിക്കും. സോ ആൾക്കാർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിൽ ചോദിച്ചാൽ അവർ മലയാളത്തിൽ തന്നെ പറഞ്ഞു തരും. മലയാളവും കൂടെ അറിയുന്ന ട്രെയിനറാണ്. അതിലുപരി പഠിച്ച് സർട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. സർട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പ് പറയാൻ പാടില്ലാത്ത പലതും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണത്. അതെ, നിങ്ങൾക്ക് കോഴ്സ് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് അതിന് ശേഷമുള്ള ഫോളോ അപ്പിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കോഴ്സ് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നേരത്തെ പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരു സമ്മറി തരാൻ പറ്റുമോ? ഫെങ്ഷുയുടെ അത് ഓൾറെഡി അതിന്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്യാം. യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. താങ്ക് യു. കാരണം ഞാന് ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് സൗത്ത് ഫേസിംഗ് ആണ്. ചില കാര്യങ്ങൾക്ക് നല്ലതാ സൗത്ത് ഫേസിംഗ്, ചില കാര്യങ്ങൾക്ക് നല്ലതാ. ഓക്കെ. സോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ കോഴ്സ്? ഫെങ്ഷുയുടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീ വരുന്നത് 8,000 ആണ്. ഓരോ കോഴ്സിന്റെ ഫീ വരുന്നത് 8,000. അത് ഞാൻ പേ ചെയ്തു. പേയ്മെന്റ് കഴിഞ്ഞു. ഓക്കെ. അല്ല, ഞാനിത് ഒരാളെ ഈ ചാറ്റ് ബോക്സിൽ 8,000 ആണ് എന്റെ കോഴ്സ് ഫീ വരുന്നത്. ഈച്ച് കോഴ്സ് ഓരോ കോഴ്സിനും വരുന്നത്. 2 കോഴ്സ് ഒരുമിച്ചാണോ ചോദിച്ചാൽ 5th ഫെങ്ഷുയി, അതേപോലെ 6th SBM സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? എനിക്കോ ജയകുമാർ സാറിനൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നത് ഞങ്ങൾ ചോദ്യം ചോദിച്ച് അല്ലേ ആൾക്കാരും ചോദിക്കുന്നേ ഇല്ല. എന്തെല്ലാം ചോദിക്കാൻ? സാർ, നമ്മുടെ ഫെങ്ഷുയിൽ എന്നുള്ളതല്ല, എൻ്റെ വീടിന്റെ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടും നമ്മൾ ഇറങ്ങുന്നത് വടക്കോട്ടുമാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പോ അതിന്റെ എനർജി ഫ്ലോ നമ്മൾ എടുക്കുന്നത് പടിഞ്ഞാറിൽ നിന്ന് വരുന്നതിനെയാണോ പ്രാധാന്യം, അതോ വടക്ക് നിന്ന് വരുന്നതിനാണോ പ്രധാനമായിട്ട് എടുക്കുന്നത്? സ്റ്റെപ്പ് ഇറങ്ങുന്നത് വടക്കോട്ട്. ഓക്കെ സാറേ, ഇതിന്റെ കാര്യം അറിയാം. ഇതാണ് ഇതിന്റെ കീ. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇത് പറഞ്ഞാൽ നമ്മള് കന്മതത്തിന്റെ പാത്രം തുറന്നു എന്നർത്ഥം. അതല്ല, ഈ മെയിൻ ഡോർ പടിഞ്ഞാറ് നിന്നാവുമ്പോ ഇറങ്ങുന്നത് എങ്ങനെയാ വടക്കോട്ടാവുന്ന? അല്ല, അവര് ഉദ്ദേശിക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് പ്രാണി ഫെങ്ഷുയിൽ പറയുന്ന പോലത്തെ ഇറക്കല്ല. അവര് വീട്ടിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡയറക്ഷൻ അവര് പറയുന്നത്. സോ അത് ഏതാണ് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡയറക്ഷൻ ആണോ നിങ്ങളെ ബാധിക്കുന്നത്? നിങ്ങളെ വീട് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണോ നിങ്ങളെ ബാധിക്കുന്നത്? മെയിൻ ഡോർ ആണോ നിങ്ങളെ ബാധിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൗണ്ട് ഡൗൺ 7 days അല്ലേ? അതെ, അതാണ് അതിന്റെ. ഇത് ജയകുമാർ സാർ, ഇവര് ബിരുദന്മാരാട്ടോ. നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ഇല്ലേ ചിലപ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. അത് ആർക്ക് നല്ലതും കൂടി അറിയണം, എന്തിനു നല്ലതും കൂടെ അറിയണം. എല്ലാ ഡയറക്ഷനും നല്ലതാ. നോക്കൂ, നിങ്ങൾ ഒരു ഡയറക്ഷനും മോശം എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ 4 ഡയറക്ഷനും ട്രഡീഷണൽ വാസ്തുവില് 4 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പറയുന്നുണ്ട്. അതായത് ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഓരോ ഡയറക്ഷൻ നല്ലതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ഡയറക്ഷൻ നല്ലത്, ഒരു ഡയറക്ഷൻ മോശം എന്നുള്ളതല്ല. പക്ഷെ അത് നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും, അതെ നമുക്ക് ഏതാന്ന് അറിയണമെങ്കിൽ
ഓരോ ഡയറക്ഷനും. ഇനി ആ ഡയറക്ഷനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. വേറൊരു സംശയമുണ്ട്. ഓക്കെ, ഫെങ്ഷുയില് വീടിന്റെ അളവ് ഉണ്ടല്ലോ, ആ അത് കണ്ടിട്ട് ഇപ്പോ ടൈലൊക്കെ ഇട്ടിട്ട് അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, അളവിനോട് കൂട്ടിച്ചേർക്കും. അത് നല്ലതാണോ ഫെങ്ഷുയില്? ഇല്ല, ഈ ഫെങ്ഷുയിൽ നമ്മൾ ഈ നമ്മളെ ട്രഡീഷണൽ വാസ്തുവിൽ പറയുന്ന ഈ ചുറ്റളവ്, അതിന്റെ കണക്ക്, ഇത് നമ്മൾ ഈ പ്രാണി ഫെങ്ഷുയുടെ ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊരു ഘടകമായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. അളവ് എന്നുള്ളത് പരിഗണിക്കുന്നില്ല. അതിന്റെ പൂർണ്ണതയ്ക്ക് വാസ്തു, അത് ചുറ്റളവ് അറിയാൻ നല്ലൊരു മേസ്തിരിക്ക് വരെ അറിയാൻ പറ്റും. അതിന്റെ വലിയ ചെറിയ ചേഞ്ചസ് ഒന്നും സാധാരണ നമ്മുടെ അറിവ് വെച്ചിട്ട് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നാണ്. പിന്നെ വലിയ വാസ്തു വിദഗ്ധൻ കൊണ്ടുപോയില്ലെങ്കിലും ടൈല് വെച്ചിട്ടുള്ളതൊക്കെ അത്യാവശ്യം ഒരു കണക്കറിയാവുന്ന ഒരു പണിക്കൻ എന്ന് പറയുന്ന ഓക്കെ, ഇത് പ്രാണി ഫെങ്ഷുയുടെ ചോദ്യമല്ല, പ്രാണി അതെ 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 വാസ്തുവിന്റെ ചോദ്യമാണ്. അല്ല, അത് കറക്റ്റ് ചെയ്യണമെങ്കിലേ ആ ഏരിയയിൽ അവിടെ തന്നെ ചോദിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഇതിനകത്ത് മെഷർമെന്റുകളല്ല പറയുന്നത്, മറിച്ച് പ്രാണയുടെ ഫ്ലോ, അത് ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ രീതിയിൽ ഫ്ലോ ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, എങ്ങനെ ബാഡ് എനർജി, ഇപ്പൊ ക്രോസ് വെന്റിലേഷനെ കുറിച്ചൊക്കെ പറയില്ല, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ വാസ്തുവായിട്ട് വളരെ കണക്റ്റഡ് ആണ്. പെട്ടെന്ന് വാസ്തുവും കൂടി നമ്മളൊരു ബുക്ക് വായിച്ചാൽ, എനിക്ക് തോന്നുന്ന ഒരു വാസ്തുവിന്റെ നല്ലൊരു ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റ് ആവാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാല്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തില് ശരിക്ക് ഇത് ടൈല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, തേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല്, ഈ സൗത്ത് കേരളയിലും നോർത്ത് കേരളയിലും ഇത് രണ്ട് രീതിയിൽ അതിന്റെ കണക്ക്. ട്രഡീഷണൽ വാസ്തുവിന്റെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ നോർത്ത് കേരളയിലാണെങ്കിൽ പലപ്പോഴും തേക്കുന്നതിന് മുന്നുള്ള കണക്കെടുക്കുക, ചുമരിന്റെ കണക്കെടുക്കുക. ചില ഏരിയയിൽ, സൗത്ത് കേരളയിലല്ല, കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ തേച്ചതിന് ശേഷമുള്ള കണക്കെടുക്കുക. അപ്പൊ ഇത് ഓരോ ഏരിയയിലും ഈ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പൊതുവെയുള്ള കാര്യത്തിൽ. സോ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞത് മാത്രം. പ്രാണിക് ഫെങ്ഷി ആയിട്ട് SDM ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. സാർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്. യെസ്, ഹലോ പറയൂ. സാർ, നമ്മളെ ഇപ്പൊ ട്രഡീഷണൽ വാസ്തുവിൽ ചുറ്റളവിനും മെഷർമെന്റിനും മിസ്റ്റേക്ക് വന്നാലും ഫെങ്ഷുയി, പ്രാണിക് ഫെങ്ഷുയി വെച്ച് അത് ഫുള്ള് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്? ഓക്കെ, ഈ ഒന്ന് ട്രഡീഷണൽ വാസ്തുവിൽ ഉള്ള ചുറ്റളവിന്റെ മിസ്റ്റേക്കിന് പ്രാണി ഫെങ്ഷി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അതിന് ഇത് ചെയ്യാം എന്നുള്ളൊരു പ്രതിവിധി ഇല്ല. നിങ്ങളുടെ ചുറ്റളവ് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു പ്രതിവിധി ഇല്ല. ഓക്കെ, അതേ സമയത്ത് ചുറ്റളവ് തെറ്റുമ്പോഴോ ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അനുകൂലമായിട്ടുള്ള ആ എനർജി മാറും എന്നുള്ളതാണ് ഈ ഏത് രീതിയും തെറ്റുന്ന സമയത്ത് ഉണ്ടാവുക. പക്ഷെ അത് അനുകൂലമാക്കാൻ അതിന്റെ പ്രതിവിധിയായിട്ടല്ല, മറിച്ച് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എനർജി, അനുകൂലമായിട്ടുള്ള എനർജി നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഒരു പരിധി വരെ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനുള്ള പ്രതിവിധിയാണ് ഇത് എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, എൻ്റെ അടുത്തൊരു ജ്യോത്സ്യം പറഞ്ഞു എനിക്ക് എന്തോ ഒരു ദോഷം ഉണ്ട് എന്നുള്ളത്, അതിന് ഞാൻ ഹീല് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ, ആ ദോഷത്തിന് പ്രതിവിധിയായിട്ടുള്ള ഹീലിംഗ് ഇല്ല. അതേ സമയത്ത് നിങ്ങൾ ഹീല് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഓറയിലെയും ചക്രയിലും ഒക്കെ എനർജി നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനർത്ഥം അത് അതിനുള്ള പ്രതിവിധിയല്ല. ഓക്കെ, സോ അതിന്റെ പ്രതിവിധിയായിട്ട് നമുക്ക് കണക്കാക്കാനോ പറയാനോ പറ്റില്ല. പക്ഷെ ഇത് ചെയ്യുന്നത് വഴി നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കും കുറെ കാര്യങ്ങൾ, അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. സാറ്, ഈ ഹോട്ടൽ ഡാസ് കൺവെൻഷനിൽ വെച്ചാണല്ലോ അതെ, പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പം ഇവിടുന്ന് എത്ര സമയം എടുക്കും, അവിടെ എത്ര മണിക്ക് എത്തിച്ചേരണം, തിരിച്ച് എത്ര മണിക്ക് റിട്ടേൺ പറ്റും? നിങ്ങൾ 9 o'clock മുതൽ 6 o'clock വരെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ 9 o'clock തന്നെ എത്തിച്ചേരണം.
6 o'clock വരെ എന്തായാലും ക്ലാസ് ഉണ്ടാവും. 9 to 6. പ്രിയ മാം ഇവിടുന്ന് ക്ലിയർ ആണോ? വേറെ ഇവിടുന്ന് കാര്യം ഇവിടുന്ന് എത്ര സമയം എടുക്കും? 2 to 3 hours എടുക്കുമോ? എവിടുന്നാണ് മാം? കാക്കനാട്. അത് ഡിപ്പെൻസ്. ഒരു 2 മണിക്കൂർ എല്ലാം പോരെ കാക്കനാടുന്ന് ബൈ കാറാണെങ്കിൽ? ഓക്കെ അത്ര എടുക്കുന്ന തോന്നുന്നു എനിക്ക്. ഓക്കെ. ട്രെയിൻ ആണെങ്കിൽ എത്രയോ 1.5 hours. പ്രിയ മാം ചോദിച്ച ചോദ്യം ക്ലിയർ ആണോ? ആൻസർ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ അതായിട്ട് കണക്ട് ചെയ്ത്? എനിക്ക് കണക്ട് മീൻസ് നമുക്ക് ഇതിപ്പം ഞാൻ ഫെങ്ഷു ഒരിക്കൽ അറ്റൻഡ് ചെയ്തതാണ്, എന്നാൽ തന്നെ ഒത്തിരി ഡൗട്ട് ഉണ്ട് എനിക്ക്. കാരണം ഓക്കെ, അങ്ങനെയുള്ള കേസ് നമുക്ക് ഈ ഫോളോ അപ്പ് ക്ലാസ്സുകളില്ലേ മാം, ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അതിൽ നമുക്ക് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. ഓക്കെ ഓക്കെ, അതുണ്ടാവും. ഇത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ, സോ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ജയകുമാർ സാർ. ഇത് ശരിയാണ്. കൊച്ചിന്ന് വരുമ്പോ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. റോഡ് പല സ്ഥലത്തും നല്ല ബ്ലോക്ക് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. ഇത്തിരി നേരത്തെ ഹാരിസ് സാർ ഇട്ടിട്ടുണ്ട് അല്ലേ, റോഡ് ബ്ലോക്ക് ഉണ്ടെന്ന്. കറക്റ്റാ. കുറെ സ്ഥലത്ത് എന്തൊക്കെയോ വിഷയം, ഫ്ലൈ ഓവർ പണിയുന്നിടത്തൊക്കെ ഒത്തിരി മണിക്കൂറുകളോളം നിന്ന് ക്ലാസ് വൈകാതെ വരാൻ ശ്രദ്ധിക്കുന്നതല്ല, ഇത്തിരി നേരത്തെ ഇറങ്ങുന്നത് നല്ലതായിരിക്കും. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ചെയ്യാം സാർ ഒരു കാര്യം എല്ലാവരും പങ്കെടുക്കുക. അതേപോലെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ നിങ്ങളുടെ കൂടെ പ്രാണിക്കലിയും പഠിച്ച ആൾക്കാരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇമ്പോർട്ടൻസ്. അതേപോലെ സാർ വീഡിയോ ഷെയർ ചെയ്യാം. ഒരു കാര്യം ഇവിടെ ചോദിക്കേണ്ടത്. ചോദിക്കൂ സാർ. സാർ നമ്മള് SBM നേരത്തെ നമ്മള് 7 റേസിൽ നമ്മുടെ ആളുകളെ മാനേജ് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞു. സാറിന്റെ ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്തു. അതായത് എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ബിസിനസ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് നമുക്കിപ്പോ ഏതെങ്കിലും ബിസിനസ് ബ്ലോക്സ് അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് SBM ബിസിനസ് മാനേജ്മെന്റ് ആണോ അതോ അത് ഫെങ്ഷുയുടെ കാരണം കൊണ്ടാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഓക്കെ, സോ ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ലതാ മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഓഫീസിലൊക്കെ എംപ്ലോയീസിലും ഒക്കെ എങ്ങനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എംപ്ലോയീസിന്റെ ഒക്കെ ഏത് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഏത് കോർണറിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറേയൊക്കെ അവർ ഡൈനാമിക് ആവാനും അവർ കുറച്ചുകൂടി ഇന്റലിജന്റ് ആവാനും അവർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവാനും അതിനൊക്കെ സഹായിക്കും. നമുക്ക് ഓരോ ഡയറക്ഷനും ഓരോ കോർണറിന്റെ ഒക്കെ എനർജി അറിയാൻ സാധിച്ചാൽ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ആളുകൾ നല്ല ഇന്റലിജന്റ് ആണ്, അവർക്ക് ഡൈനാമിക്സ് ആണ് കുറവെന്ന് വിചാരിക്കുക. ചില ആളുകൾ ഡൈനാമിക് ആണ് പക്ഷെ അവർക്ക് കുറച്ച് ഇന്റലിജൻസ് ആണ് കുറവ് വിചാരിക്കുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് എംപ്ലോയീസിന്റെ ഒക്കെ നമുക്ക് അവരുടെ റൂമും അവരുടെ ടേബിളും ഒക്കെ അതനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രധാനമായിട്ട് ഒന്നും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ പ്രാണിക് ഫെങ്ഷുയി നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് അതിൽ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ആളുകളെ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് അവരുടെ ഒരു ക്വാളിറ്റിക്ക് പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അസൈൻമെന്റ് മാറ്റി കൊടുക്കാം. ഓക്കെ, വേറൊരു അസൈൻമെന്റിന് അവർ ഏബിൾ ആണ്, അവർ നല്ല ക്യാപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഈ ക്വാളിറ്റി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ 7 റേ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസിൽ നമുക്ക് ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചില ആളുകളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ചില ക്വാളിറ്റി ചില ആളുകളുടെ റീപ്ലേസ് ചെയ്ത് ചെയ്യുമ്പോൾ കാണാം ആ ടീം വളരെ സക്സസ്ഫുൾ ആവുന്നു. പിന്നെ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ അവർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില പ്രോഗ്രാംസിലൂടെ അവര് സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ എയ്തർ വേ നമുക്ക് നിങ്ങൾ ഈ 2 കോഴ്സുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എന്തെല്ലാം ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വഴിയും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതാണ് അതിൻ്റെ ഒരു തലം. പക്ഷെ പലരും ഇത് പ്രയോജനപ്പെടുത്തില്ല. കാര്യം പലരും വിചാരിക്കും സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റ്
എനിക്കിത് എങ്ങനെയാണൊക്കെ ഉള്ളത്. ഇത് നമ്മളെ എല്ലാവരുടെയും നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഇതേപോലെ നമ്മൾ കാര്യങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്തേ. ഒരു ബിസിനസ് നമുക്ക് അതാണ് കറക്റ്റ് എന്ന് അറിയാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാം. നമ്മളെ ക്വാളിറ്റീസ്, ഓരോ ക്വാളിറ്റീസ് പഠിക്കുമ്പോഴും ആ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏതൊക്കെ മേഖലകളിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നു നമുക്ക് ഈ 7 റേസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം ഈ മേഖല എന്റെ ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്ന് ഈ A to Z കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇൻ ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ടും കൂടെ വേണം. അതിന് നിങ്ങൾക്ക് 7 റേ മാനേജ്മെന്റ് ഉൾപ്പെടുന്ന ബുക്ക് ഉണ്ട്, മാസ്റ്റർ ഗോൾഡൻ ലോട്ടസ് സൂത്ര ഉണ്ട്, അതും നമുക്ക് തരും. സോ അതും നമ്മൾ പഠിക്കുകയും അതും കൂടെ നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യണം. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷവും നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് സാധിക്കും, അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഈ കോഴ്സിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഈ നമുക്കൊരു റൈറ്റ് തോട്ടിലൂടെ റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ. അപ്പോ അത് അപ്പൊ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കാലെടുത്ത് വെക്കുന്നത് കറക്റ്റ് ആയിരിക്കും. അത് കുട്ടി ചോദിച്ചത് അർച്ചന. ഓക്കെ, എന്തായാലും അത് ചോദ്യത്തിനും പ്രസക്തി ഉണ്ട്. അത് തന്നെയാണ് ഈ കോഴ്സിൽ കിട്ടുക. റൈറ്റ് ആക്ഷൻ, റൈറ്റ് തോട്ട് ഇൻ റൈറ്റ് ടൈം, ഓൺ റൈറ്റ് ടൈം. അപ്പൊ നമുക്കൊന്ന് കറക്റ്റേ വരുള്ളൂ. റൈറ്റ് തോട്ട് വരാൻ വേണ്ടി ആണല്ലോ മാസ്റ്റർ മെഡിറ്റേഷൻസും പല ബ്രീത്തിങ് ടെക്നിക്കുകളും ബ്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ 16 GB 32 GB അല്ലെങ്കിൽ 36 GB ഒക്കെ ബ്രെയിൻ ആക്കാൻ വേണ്ടി എത്രയോ ടിപ്സാ പറയുന്നത്. അപ്പൊ ആ റൈറ്റ് തോട്ടേ വരുള്ളൂ. അത് ഇൻറ്റ്യൂഷനും കൂടി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇൻറ്റ്യൂഷൻ നമ്മളെ ഇന്റലക്റ്റുമായിട്ട് സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് റൈറ്റ് ആക്ഷൻ വരിക. ആ റൈറ്റ് ആക്ഷൻ വന്നുവെങ്കിൽ സക്സസ് ആണ്. അതിന് നമ്മൾ പഠിക്കുന്ന ഓരോ മേഖല, ഇപ്പൊ സൈക്കോതെറാപ്പിയും കൂടി കഴിഞ്ഞവരാണെങ്കിൽ അറിയാം, ആ ഒരു ഡൈനാമിസവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസയറും ഒരു അയൺ വില്ലും ഉണ്ടെങ്കിലും ഇത് തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇൻറ്റ്യൂഷൻസ് കൂടിക്കഴിഞ്ഞാൽ എല്ലായി. അതിന് തന്നെയാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ട് എത്തിക്കുന്നത് ഒരു നമ്മുടെ ലിമിറ്റേഷൻസിന്റെ ഒക്കെ അപ്പുറത്തേക്കാണ്. അപ്പൊ ഭയമില്ലാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഒരു ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഈസിയാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. Sometimes we will be blocked or face lows in business, so we will have doubts if I am doing right, is this right for me? അത് മാസ്റ്റർ ഇങ്ങനെ തന്നെയാണ്. മൂവ് അറൌണ്ട് obstacles, യു ക്യാൻ ഫൈൻഡ് എ വേ എന്നാണ് പറഞ്ഞത്. ചുമ്മാ തടസ്സങ്ങൾ വരും, തടസ്സങ്ങൾ വന്നാലേ പഠിക്കൂ. ഇത് ജോസഫ് ചിറ്റിലപ്പള്ളിയോടും അല്ലെങ്കിൽ യൂസഫ് അലിയോടൊക്കെ ചോദിച്ചാൽ അറിയാം. തടസ്സങ്ങൾ വരുന്നതിൽ ഒട്ടും പിന്മാറരുത്. തടസ്സങ്ങൾ നല്ലതാണ്. ഇത് അപ്പൊ ആദ്യം ഹരി സാറ് ചോദിച്ചതിന്റെ അതിനകത്തൊരു ഇതുണ്ട്. ഈ കർമ്മ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോകം കൂടി ഒരൊറ്റ സമയത്ത് വന്ന് ചാടും. പിന്നെ താങ്ങാൻ പറ്റില്ല. ഇത് നമുക്ക് താങ്ങാവുന്ന നമ്മുടെ ഇന്റലിജൻസും അതുപോലെ നമ്മുടെ ഡൈനാമിക്സും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. തടസ്സങ്ങൾ വന്നില്ലെങ്കിൽ വലിയ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ ഈ കർമ്മ വർക്കൗട്ട് ആകുന്നതാണ്. നിങ്ങൾ സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെന്റോടെ പഠിക്കുമ്പോൾ സൈക്കിൾസ്, ഒരു 1 year സൈക്കിൾ എത്ര ഈസിയാ. ഒത്തിരി ഗഹനമായ ജ്യോത്സ്യം തെറ്റുന്നോ, അങ്ങനെ ജ്യോത്സ്യമൊക്കെ വളരെ നല്ലതാണ്. അത്രയും ഗഹനമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല. പോകാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ തടസ്സം വന്നൊന്ന് പേടിക്കാനില്ല. ചോദ്യം ചാറ്റ് ബോക്സിലാട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു.
you should continue until and unless you hit the target. ഇങ്ങനെയാണല്ലോ.